Welcome to CML Infotech. Today we are talking about access list from CCNA. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് സാധാരണ പ്രോട്ടോകോൾസ് ഫിൽട്ടർ ചെയ്യില്ല. സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് സോഴ്സ് മാത്രമേ ഫിൽട്ടർ ചെയ്യൂ. സാധാരണ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിനകത്ത് പ്രോട്ടോകോൾ ഫിൽട്ടർ ചെയ്യില്ല അല്ലെങ്കിൽ പ്രോട്ടോകോൾ പെർമിറ്റോ ഡിനൈ ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും എക്സെപ്റ്റ് ടെൽനെറ്റ്. ടെൽനെറ്റ് നമുക്ക് പെർമിറ്റോ ഡിനയോ ചെയ്യിക്കാം. അതേസമയം എക്സ്റ്റൻഡഡ് ആക്സസ് ലിസ്റ്റിനകത്ത് പ്രോട്ടോകോളും ഫിൽട്ടർ ചെയ്യാം. അപ്പം നമുക്ക് ടെൽനെറ്റ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് വെച്ച് എങ്ങനെ ഫിൽട്ടർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്, കണക്റ്റഡ് ടു സ്വിച്ച് കണക്റ്റഡ് ടു റൗട്ടർ R1, then R2, then switch PC. ഇവിടെ എനിക്ക് രണ്ട് സിസ്റ്റം ഉണ്ട്. So let's say ഇത് F0/0. ഈ സിസ്റ്റത്തിൻ്റെ IP 192.168.10.2/24. ഇത് 10.3/24. ഇത് ഗേറ്റ്വേ എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഇന്റർഫേസ് 10.1/24. ഇതിൻ്റെ IP 150.0.1.1. /16. ഇത് 2. ഞാൻ ആദ്യം എൻ്റെ PC1 നിന്ന് ഈ റൗട്ടറിനെ ടെൽനെറ്റ് ചെയ്യണം. ടെൽനെറ്റ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് ഡിവൈസിന്, അത് റൗട്ടർ ആവാം, സ്വിച്ച് ആവാം, ഫയർവാൾ ആവാം, എനി നെറ്റ്വർക്ക് ഡിവൈസിനെ നമുക്ക് റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി, ഫോർ ചെക്കിംഗ് ദ കോൺഫിഗറേഷൻ, ടെസ്റ്റിംഗ് ഓർ റീകോൺഫിഗറിങ്, അങ്ങനെ എന്ത് മോഡിഫിക്കേഷൻ ഒരു ഡിവൈസിന് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡിവൈസിന് ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഈ റൗട്ടറിൽ ടെൽനെറ്റ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടാസ്ക് 1, ക്രിയേറ്റിംഗ് ടെൽനെറ്റ് അണ്ടർ R1. അതായത് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഡിവൈസിനെ റിമോട്ട് വഴി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിരുന്നിട്ട് ഒരു ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ടെൽനെറ്റ്. ഇത് ടെൽനെറ്റ് എന്ന് പറയുന്നത് ലെയർ 7 TCP ബേസ്ഡ്, പോർട്ട് നമ്പർ 23. അപ്പം ഇത് ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാനുള്ള ഒരു മെത്തഡ് ഓഫ് കോൺഫിഗറേഷൻ ആണ് ലൈൻ എനേബിൾ config t ലൈൻ VTY04. അപ്പോൾ ഇവിടെ VTY എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഇന്റർഫേസ് ആണ്, വിർച്വൽ ടെലിടൈപ്പ്. അതായത് നമ്മൾ ഒരു PC-യിൽ നിന്നൊരു ഡിവൈസിനെ ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കയറി വരുന്ന ഇന്റർഫേസ് ആണ് VTY. 04 എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അതിനെ ആക്സസ് ചെയ്യാം. ഞാൻ 04 എന്ന് പറയുമ്പോൾ 5 ആള്, 5 നമ്പേഴ്സ്. 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം 5 ഡിവൈസിന് ഈ ഒരു റൗട്ടറിന് ആക്സസ് ചെയ്യാം. അതാണ് 04 എന്ന് ഉദ്ദേശിക്കുന്നത്. പാസ്വേഡ്, then any password, example Cisco, then login എന്ന് ഉദ്ദേശിക്കുന്നത്
ഇതിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ്. ഒന്നിക്ക് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം R1-നകത്ത് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സേ R1 ക്ലിക്ക് ചെയ്യുക. R1-നകത്ത് enable config line vty04 password Cisco login exit. പിന്നെ ഒരു enable password സെറ്റ് ചെയ്യുക. enable password example CCN do right. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിന് ടെൽനെറ്റ് പാസ്വേഡും സെറ്റ് ചെയ്തു, എനേബിൾ പാസ്വേഡും സെറ്റ് ചെയ്തു. എനേബിൾ എന്ന് പറയുന്ന കമാൻഡ് നമ്മളിവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എനേബിൾ എന്നടിക്കുമ്പോൾ ചോദിക്കുന്ന പാസ്വേഡാണ് എനേബിൾ പാസ്വേഡ്. നമ്മൾ R1 റൗട്ടറിനകത്ത് ടെൽനെറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് R1-നെ ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാം. ഇതാണ് PC1 10.2 IP. IP config സിസ്റ്റത്തിൻ്റെ IP 10.2. ഞാൻ പിങ് ചെയ്യുക. പിങ് 192.168.10.2. റീച്ചബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് 10.1. 10.1 എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് വേ, അത് റൗട്ടറിൻ്റെ IP. പിങ് എന്ന് പറയുന്നത് ICMP പ്രോട്ടോക്കോളാണ്. ഇനി നമുക്ക് ടെൽനെറ്റ് ചെയ്യാം. 192.168.10.1 കണ്ടോ പാസ്വേഡ് ചോദിക്കുന്നുണ്ടോ? ഇതാണ് നമ്മളവിടെ ടെൽനെറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത പാസ്വേഡ് സിസ്കോ. ദെൻ enable CCN. അതായത് നമുക്കിപ്പോൾ PC1-ൽ നിന്നുകൊണ്ട് R1-നെ ടെൽനെറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് നമ്മുടെ PC1. PC1-ൽ ഇരുന്നുകൊണ്ട് ഞാൻ R1-നെ ടെൽനെറ്റ് ചെയ്യുന്നു. ഇത് PC2. ഞാൻ PC2-ൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്യാം R1-നെ ടെൽനെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഗോ ബാക്ക്, കണക്ട് PC2. IP config 10.3 അതായത് PC2. ഇവിടുന്ന് ping 192.168.10.1. 10.1 is the gateway, R1 router. Ping ഉണ്ട്. നമുക്ക് ടെൽനെറ്റും ചെയ്യാം. Cisco enable CCN. അതായത് നമുക്ക് PC2 PC1 രണ്ടിൽ നിന്നും R1-നെ ടെൽനെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഷോ റൺ റൗട്ടർ. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് PC1-ൽ നിന്നും PC2-ൽ നിന്നും R1-നെ ടെൽനെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഇനി ടെൽനെറ്റ് ബ്ലോക്ക് ചെയ്യണം. ടെൽനെറ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ടെൽനെറ്റ് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ് വേണം. അതേസമയം ടെൽനെറ്റ് എന്ന് പറയുന്ന പ്രോട്ടോക്കോളിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് വെച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതിന് ഇപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, PC1 10.2 എന്ന് പറയുന്ന സിസ്റ്റം 10.2 എന്ന് പറയുന്ന സിസ്റ്റം R1-നെ ടെൽനെറ്റ് ചെയ്യണ്ട. അതേസമയം 10.3 ടെൽനെറ്റ് ചെയ്യണം.
അപ്പം R1 കയറിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം ആക്സസ് ലിസ്റ്റിൻ്റെ മെത്തഡ് കോൺഫിഗിങ് ആക്സസ് ലിസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ 55 ഡിനൈ ചെയ്യുന്നു. ഇനി ഏത് IP അഡ്രസ്സിനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്? ലെറ്റ്സ് സേ 192.168.10.2 10.2 എന്ന് പറയുന്ന സിസ്റ്റമാണ്. അപ്പം സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് 000. ഇനി 10.2 അല്ലാത്ത സിസ്റ്റം, അതായത് 10.3 ആണ് R1നെ ടെൽനെറ്റ് ചെയ്യുന്നതെങ്കിൽ 10.3 പെർമിറ്റ് ചെയ്യണം. അതിന് ആക്സസ് ലിസ്റ്റ് 55 പെർമിറ്റ് എനി. ഈ പെർമിറ്റ് എനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10.2 അല്ലാത്ത വേറെ ആരുണ്ടെങ്കിലും പെർമിറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 10.4 5 6 എനിത്തിങ്. ഓക്കെ, ഇനി നമ്മളിതിനെ അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ ചെയ്യുന്നിടത്താണ് ലൈൻ VTY04 നകത്ത് കയറിയിട്ട് ആക്സസ് ക്ലാസ് എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ടാണ് നമ്മളിതിനെ ഫിൽട്ടർ ചെയ്യുക. ഈ സാധാരണ ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇന്റർഫേസിന്റെ താഴെ IP ആക്സസ് ഗ്രൂപ്പ് കമാൻഡ് വെച്ചിട്ടാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ആയതുകൊണ്ട് ടെൽനെറ്റ് ഫിൽട്ടർ ചെയ്യാൻ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ആക്സസ് ക്ലാസ് കമാൻഡ് വെച്ചിട്ട്. ആക്സസ് ക്ലാസ് പിന്നെ ആക്സസ് ലിസ്റ്റിന്റെ നമ്പർ 55 എന്ന് പറയുമ്പം അകത്തേക്ക് കയറി വരുമ്പോൾ ഓക്കെ ഡു ഷോ ആക്സസ് -list. ഇതാണ് നമ്മുടെ ആക്സസ് ലിസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ വേറെയും ആക്സസ് ലിസ്റ്റ് ഉണ്ട്. തൽക്കാലം നമുക്കിത് നോക്കാം. സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് 55. ഇനി ഞാൻ PC ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.2 സിസ്റ്റം ആണെങ്കിൽ, ഹോസ്റ്റ് ആണെങ്കിൽ അതിനെ ഡിനൈ ചെയ്യണം. ബാക്കി എല്ലാവരും പെർമിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10.2 ഹോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഹോസ്റ്റ് 10.2 ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കാം IP config. ഇതാണ് 10.2 ഹോസ്റ്റ്. ഓക്കെ, ഈ 10.2 ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനിങ്ങിലെ ഈ സിസ്റ്റം PC1. നമ്മളിവിടുന്ന് 10.1ലേക്ക് പിങ് ചെയ്യാം. പിങ് ഉണ്ട്, കാരണം പിങ് എന്ന് പറയുന്നത് ICMP പ്രോട്ടോകോൾ ആണ്. നമ്മൾ ഫിൽട്ടർ ചെയ്തത് ടെൽനെറ്റ് പ്രോട്ടോകോൾ ആണ്. കണ്ടോ, കണക്ഷൻ റിഫ്യൂസ്ഡ്. കണക്ഷൻ കിട്ടില്ല, കാരണം ആക്സസ് ലിസ്റ്റ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയ പാക്കറ്റിനെ നമുക്ക് റൗട്ടറിനകത്ത് കാണാൻ പറ്റും. അത് റൗട്ടറിനകത്ത് കയറിയിട്ട് ഷോ ആക്സസ് ലിസ്റ്റ് 55 നോക്കിയേ, 10.2നകത്ത് 5 പാക്കറ്റ് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും PC1 ഇരുന്നിട്ട് വീണ്ടും ടെൽനെറ്റ് ചെയ്യാം. വീണ്ടും ട്രൈ ചെയ്ത്, അപ്പോൾ ഈ പാക്കറ്റ് പോയതിനെ, ഈ പാക്കറ്റ് എന്തായാലും PC-ന്ന് പുറത്തു പോകും. എന്നിട്ട് റൗട്ടറിൽ എത്തുമ്പം റൗട്ടറിന്റെ ആക്സസ് ലിസ്റ്റ് പ്രകാരം അത് ഡിനൈ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഡിനൈ ആയി. അപ്പോൾ ആ ഒരു പാക്കറ്റ് മാച്ച് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ 10 പാക്കറ്റ് ആയി. ഇനിയിപ്പോൾ പെർമിറ്റിന്റെ താഴെ നിങ്ങൾക്ക് പാക്കറ്റ് കാണണമെങ്കിൽ പെർമിറ്റുള്ള സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യണം. ലെറ്റ്സ് സേ നമ്മുടെ 10.3 അല്ലെങ്കിൽ PC2 പോകുന്ന പാക്കറ്റ്, അതായത് 10.2 അല്ലാത്ത ഏത് സിസ്റ്റത്തിൽ നിന്ന് പാക്കറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിലും പെർമിറ്റ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PC2 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ PC2 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ PC2 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് PC2 ഇവിടെ കാണാം. എന്നിട്ട് ടെൽനെറ്റ് കണ്ടോ, PC2 സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് ടെൽനെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ലെറ്റ്സ് സേ സിസ്കോ എനേബിൾ CCNA. ഞാൻ ഇവിടുന്ന് ടെൽനെറ്റ് ചെയ്തു. അപ്പോൾ ഈ പോയ പാക്കറ്റുകൾ ആക്സസ് ലിസ്റ്റിന്റെ പെർമിറ്റ് എനി സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് മാച്ച് ആയിട്ടുള്ളത്. അത് കാണാൻ വേണ്ടി ഷോ ആക്സസ് ലിസ്റ്റ് 55 കണ്ടോ, 2 പാക്കറ്റ് ഇവിടെ മാച്ച് ആയിട്ടുണ്ട്.
ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാക്കറ്റ് നമ്മുടെ പി സിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പോകുന്ന പാക്കറ്റ് ആക്സസ് ലിസ്റ്റ് അതായത് ടെൽനെറ്റ് ആയതുകൊണ്ട് ആക്സസ് ലിസ്റ്റിന്റെ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ വരുന്ന പാക്കറ്റിന്റെ സോഴ്സ് 10.2 ആണെങ്കിൽ ഡിനെ ആവും. അതല്ലാത്ത ഏത് ഐ പി ആണെങ്കിലും അതിനെ പെർമിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്സസ് ലിസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഈ ആക്സസ് ലിസ്റ്റ് റിമൂവ് ചെയ്യാം. അപ്പം ഈ കമാൻഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ സെയിം സ്റ്റേറ്റ്മെന്റ് മുന്നിൽ നോ കൊടുത്താൽ മതി. നോ ആക്സസ് ലിസ്റ്റ് 55. ഇനിയിപ്പം പി സി 1 എന്നൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ പി സി 1 എന്ന് ട്രൈ ചെയ്തപ്പം ഡിനെയാണ് ഉണ്ടായത്. ഇപ്പൊ പെർമിറ്റ് ആയി, കാരണം നമ്മുടെ ആക്സസ് ലിസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, ഇത് ഒരു മെത്തഡ് ഓഫ് ആക്സസ് ലിസ്റ്റ് അല്ലെങ്കിൽ ടെൽനെറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി. അപ്പൊ നമ്മളിവിടെ ടെൽനെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മെത്തഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ VTY-ക്കാണ് ഐ പി സെറ്റ് ചെയ്യുക, VTY-ക്കാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ യൂസർ നെയിം ഇല്ല, പാസ്വേഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് യൂസർ നെയിമും വേണം. സോ ലെറ്റ്സ് സേ എനിക്ക് യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് CML info tech. ഇങ്ങനെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒരു എനി നെറ്റ്വർക്ക് ഡിവൈസിന് സെറ്റ് ചെയ്യണം വിചാരിക്കാം, എക്സാമ്പിൾ റൗട്ടറിന്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ AAA എന്നാണ് പറയുക. AAA എന്ന് പറഞ്ഞാൽ ഓത്തൻറ്റിക്കേഷൻ, ഓത്തറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ OSI ലെയറിൻ്റെ ലെയർ 5ഉം 6ഉം 4ഉം ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഡേറ്റാബേസ് എന്നാണ്, ലോക്കൽ ഡേറ്റാബേസ്. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒരു ഡിവൈസിന് സെറ്റ് ചെയ്യുമ്പം ഒന്നിക്ക് ആ യൂസർ നെയിമും പാസ്വേഡും അതേ സിസ്റ്റത്തിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതേ ഡിവൈസിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഓർ ആ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സെർവറിനകത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ എക്സ്റ്റേണൽ സെർവറിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് സെർവർ ഓർ ടെക്കാക് സെർവർ. തൽക്കാലം നമുക്ക് സെയിം ഡിവൈസിനകത്ത് തന്നെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും ഈ ഡിവൈസിനകത്ത് തന്നെ. ഓക്കെ, അപ്പം അതിന് കുറച്ച് സെറ്റ് ഓഫ് കമാൻഡ്സ് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. ലെറ്റ്സ് സേ R1-നകത്ത് കയറി നമ്മൾ ആദ്യം ചെയ്യുന്നത് AAA സെർവർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കമാൻഡാണ് AAA ന്യൂ മോഡ്. AAA എന്ന് പറഞ്ഞാൽ ഓത്തൻറ്റിക്കേഷൻ, ഓത്തറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ്. അടുത്തത് AAA ഓത്തൻറ്റിക്കേഷൻ ലോഗിൻ ഡീഫോൾട്ട്. അതായത് ലോഗിൻ ചെയ്യുന്ന ഇത് ഡീഫോൾട്ടായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ലോക്കലി അല്ലെങ്കിൽ ഗ്രൂപ്പ്. ഞാനിവിടെ ഗ്രൂപ്പ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുശേഷം ഞാൻ ഏത് ഗ്രൂപ്പ് എന്നുള്ളത് പറയണം. അതായത് റേഡിയസ് ആണോ ടെക്ക, ഇത് എക്സ്റ്റേണൽ സെർവർ ആണ്. അതിന് പകരം ഞാൻ പറയുക ലോക്കൽ, ഡീഫോൾട്ട് ലോക്കൽ. അതായത് എൻ്റെ AAA ഓത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും വെരിഫൈ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ AAA ഓത്തൻറ്റിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ലോക്കലി സെയിം സിസ്റ്റം തന്നെ, എക്സ്റ്റേണലി അല്ല, പുറത്തല്ല. ഓക്കെ, ഇനി യൂസർ നെയിം, ഞാൻ ഉദ്ദേശിക്കുന്ന യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് CML info tech. ഞാൻ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തു. ഞാൻ ചെയ്ത കമാൻഡ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AAA എനേബിൾ ചെയ്തു. എൻ്റെ ഡേറ്റാബേസ് എവിടെയാണെന്ന് പറഞ്ഞു, ലോക്കലി ആണ്. യൂസർ നെയിം അഡ്മിനും പാസ്വേഡ്, ഇതാണ് മിനിമം. ഇനിയും അഡീഷണൽ കമാൻഡ്സ് ഉണ്ട്, നമുക്ക് മിനിമം മതി. ഇനി ഞാൻ ലൈൻ VTY 04 അകത്ത് കയറിയിട്ട് എന്നിട്ട് ഈ വഴിയാണ് കയറി വരിക. ഇതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ഇൻപുട്ട് ഇതുണ്ട്. എങ്ങനെ ഒരു എൻഡ് ഡിവൈസ് ഈ റൗട്ടറിനെ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിക്ക് SSH വഴി ട്രൈ ചെയ്യാം, SSH കിട്ടിയില്ലെങ്കിൽ ടെൽനെറ്റ് വഴി ട്രൈ ചെയ്യാം.
SSH ടെൽനെറ്റുമുള്ള വ്യത്യാസം പറഞ്ഞു തരാം. ടെൽനെറ്റ് ഓപ്പൺ ആണ്, അതായത് അൺസെക്യൂർഡ് ആണ്. അപ്പോൾ ടെൽനെറ്റ് വഴി എന്തെങ്കിലും ഒരു പാക്കറ്റ് പുറത്തേക്ക് അയക്കുമ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഓൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതായത് ഒന്നിക്കൽ ടെൽനെറ്റ് അല്ലെങ്കിൽ SSH. ഓക്കെ, ദെൻ ലോഗിൻ authentication default, അതായത് line VTY04 transport input all authentication login എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ കുറച്ച് മേലെ ഞാനിവിടെ ഒരു ഡേറ്റാബേസ് എനേബിൾ ചെയ്തു, AAA ഡേറ്റാബേസ് ലോക്കലി എനേബിൾ ചെയ്തു. ഈ ഡേറ്റാബേസിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു എഡ്ജ് ഡിവൈസിൽ നിന്ന് ഞാൻ R1നെ ടെൽനെറ്റ് വഴിയോ SSH വഴിയോ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പാക്കറ്റ് കയറി വരുന്ന ഇന്റർഫേസ് VTY വഴിയാണ്. അങ്ങനെ കയറി വരുമ്പോൾ VTY പറയും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡ്, അതായത് നമ്മൾ എഡ്ജ് സിസ്റ്റത്തിൽ നിന്ന് അടിച്ച യൂസർ നെയിമും പാസ്വേഡും ഈ സിസ്റ്റത്തിന്റെ ലോക്കൽ ഡാറ്റാബേസിനകത്ത്, വിച്ച് ഇസ് കോൾഡ് ഡിഫോൾട്ട് എന്ന് പറയുന്ന പേരിലുള്ള ഓതന്റിക്കേഷൻ ഡാറ്റാബേസിനകത്താണ് ഉള്ളത്. അതാണ് ഈ കാണിക്കുന്ന ഡിഫോൾട്ട് ഓതന്റിക്കേഷൻ. ഇതിനകത്ത് കയറി നോക്കാൻ പോലും അങ്ങനെ ഡിഫോൾട്ട് ഓതന്റിക്കേഷനകത്ത് കയറി വരുമ്പോൾ എന്ത് പറയും, നിങ്ങളുടെ യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് CML ഇൻഫോടെക്കും ആണ്. ഇതാണെങ്കിൽ കയറിക്കൊള്ളാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അലോ ചെയ്യും, അല്ലെങ്കിൽ പാസ്വേഡ് ഇൻകറക്റ്റ് ഡിനൈ ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കോൺഫിഗർ ചെയ്യും. ഇനി നമുക്കിത് സിസ്റ്റത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് സേ PC1. മുൻപ് നിങ്ങൾ ടെൽനെറ്റ് 10.1 എന്ന് അടിക്കുമ്പോൾ ഡയറക്റ്റ് പാസ്വേഡാണ് വന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണെന്നുള്ള നോക്കാം. ഇപ്പൊ ആദ്യം യൂസർ നെയിം ചോദിക്കും, യൂസർ നെയിം അഡ്മിൻ, പിന്നെ പാസ്വേഡ് CML ഇൻഫോടെക്, admin CML infotech. Yes, enable CCML. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ടെൽനെറ്റ് ചെയ്ത്, അതായത് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ടെൽനെറ്റ് എനേബിൾ ചെയ്യുക. വീണ്ടും നമുക്ക് ആക്സസ് ലിസ്റ്റ് എനേബിൾ ചെയ്തിട്ട് ഇതിനെ ഡിനൈ ചെയ്യുക. സോ ലെറ്റ്സ് സേ നമ്മുടെ ആക്സസ് ലിസ്റ്റ്, ഉദാഹരണത്തിന് ആക്സസ് ലിസ്റ്റ് 65 ഡിനൈ 192.168.10.2.0.0.0 10.2.0.0. access list 65 permit any. IP line VTY04 access class 65 in. Hello. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡിനൈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ ഡിനൈ സ്റ്റേറ്റ്മെന്റിനകത്ത് സോഴ്സ് 10.2 നിന്ന് വരുന്നതാണെങ്കിൽ വിച്ച് മീൻസ് സിംഗിൾ ഹോസ്റ്റ് 0000. 10.2 നിന്ന് ഒരു ടെൽനെറ്റ് ട്രാഫിക് വരുവാണെങ്കിൽ അതിനെ ഡിനൈ ചെയ്യണം. പക്ഷെ നമ്മളിവിടെ ടെൽനെറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതിന് പകരമാണ് ആക്സസ് ക്ലാസ് കയറിയിട്ട് അപ്ലൈ ചെയ്തത്. എക്സ്റ്റൻഡ് ആക്സസ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പ്രോട്ടോക്കോളും പറയാം. ശേഷം പറഞ്ഞത് അതേ ആക്സസ് ലിസ്റ്റിനകത്ത് വേറെ ആര് വരുവാണെങ്കിൽ പെർമിറ്റ് ചെയ്യണം. ഇനി ഇത് ആർക്ക് എഫക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ആക്സസ് ക്ലാസ് ടെൽനെറ്റ് ഇന്റർഫേസിനകത്ത് കയറിയിട്ട് ആക്സസ് ക്ലാസ് 65 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. ഡു ഷോ ആക്സസ് ലിസ്റ്റ് 65, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് PC1 എന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഓൾറെഡി 10.1 ഡിനൈ ആയി.
കാരണം നമ്മൾ ആക്സസ് ലിസ്റ്റ് അപ്ലൈ ചെയ്തു. അത് റൗട്ടറിനകത്ത് കയറിയിട്ട് അതിൻ്റെ ലോഗ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 20 മാച്ച് കാണുന്നുണ്ട്. 20 മാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ 4 പ്രാവശ്യം 1 2 3 4 നമ്മൾ 4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വേറെ സിസ്റ്റത്തിൽ നിന്ന് ട്രൈ ചെയ്യാം. ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. കാരണം ഇത് 10.2 സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ കാരണം നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റിനകത്ത് 10.2 മാത്രമേ ഡിനൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി ആര് വരുവാണെങ്കിലും പെർമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടാസ്ക് ആണ് നമ്മൾ ചെയ്തത്. ഒന്ന് ടെൽനെറ്റ് എനേബിൾ ചെയ്യുക, കൺഫിഗർ ചെയ്യുക. അപ്പോൾ ടെൽനെറ്റ് നമ്മൾ വെറും പാസ്വേഡ് മാത്രം വെച്ചിട്ട് എനേബിൾ ചെയ്തു. ദെൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വെച്ചിട്ട് എനേബിൾ ചെയ്തു. പിന്നെ ആക്സസ് ലിസ്റ്റ് വെച്ചിട്ട് അതിനെ ഡിനൈ ചെയ്തു. സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിനകത്ത് ടെൽനെറ്റ് മാത്രമേ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റൂ വിത്ത് ഹെൽപ്പ് ഓഫ് ആക്സസ് ക്ലാസ് കമാൻഡ്. Okay, so hope you understood the access list to enable telnet and to enabling the telnet with password and username and password creation, and to deny standard access list. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇതൊരു സിമ്പിൾ ടാസ്ക് ആണ്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, 2 ടാസ്ക്. ഒന്ന്, ഹൗ ടു ക്രിയേറ്റ് എ ടെൽനെറ്റ്, ടെൽനെറ്റ് എങ്ങനെ എനേബിൾ ചെയ്യാം വിത്ത് ജസ്റ്റ് എ പാസ്വേഡ് ആൻഡ് വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. പിന്നെ നമ്മൾ എഡ്ജ് സിസ്റ്റത്തിൽ നിന്ന് R1-ന് റൗട്ടർ 1-നെ ടെൽനെറ്റ് വഴി ആദ്യം ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്തിട്ട് ആക്സസ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആക്സസ് ലിസ്റ്റ് എഴുതിയിട്ട് അതിനെ ഡിനൈ ചെയ്യുക. സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിൽ പ്രോട്ടോകോൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല എക്സെപ്റ്റ് ടെൽനെറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ആക്സസ് ക്ലാസ് കമാൻഡ് ആൻഡ് ദ ലൈൻ VTY interface. Okay, so hope you enjoyed the session today. So let us know if any concern. Thank you and have a good day from CML Infotech.